അനീസലി തുടരുന്നുണ്ട്. അനീസലി, എന്ത് തന്നെയാണ് അതിപ്പോൾ അവശ നിലയിലായിരുന്നു ആ കടുവ എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കടുവ ചത്തതാണെന്ന് പറയപ്പെടുന്നുണ്ട്. മയക്കുവെടി വെച്ചതാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് പോലും നമുക്കറിയില്ല. അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നതായിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം ഇനി നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അത് എപ്പോഴുണ്ടാകും? തീർച്ചയായും അല്പസമയത്തിനകം നമ്മൾ ഈ മാധ്യമങ്ങളെ അവർ കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം ആ വിവരങ്ങൾ ലഭ്യമാക്കാനാകും. യെസ്, എന്തായാലും വളരെ കുറഞ്ഞ സമയത്തിനകം തന്നെ ആ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടുവയെ കണ്ടെത്തിയിരിക്കുന്നു, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത രാവിലെ തന്നെ വന്നപ്പോൾ ആശ്വാസമുണ്ടായിരുന്നു. എന്തായാലും ഈ 48 മണിക്കൂറിനുള്ളിൽ കടുവയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത കൂടി വരുന്നത്. അത് ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാക്കുന്ന ആശ്വാസം ചില്ലറയൊന്നുമല്ല. കാരണം അത്രത്തോളം പേടിച്ചാണ് അവർ പുറത്തു പോയിരുന്നത്, കുട്ടികളെ സ്കൂളുകളിൽ വിട്ടിരുന്നത്, അവരുടെ ജോലിക്ക് പോയിരുന്നത്. പ്രത്യേകിച്ച് തോട്ടം മേഖലയിലെ തൊഴിലാളികളൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കയിലായിരുന്നു. ഏത് നിമിഷവും ഒരു കടുവ ആക്രമണം മുന്നിൽ കണ്ട് ജീവിക്കുക എന്നുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ അതിലൂടെ കടന്നുപോയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത്ര പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു വിരാമമായിരിക്കുന്നു. ഇപ്പോൾ കടുവ ചത്തിരിക്കുന്നു. ചത്തത് നരഭോജി കടുവ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനീസലി തുടരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അനീസലി, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? കടുവയെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചോ? തീർച്ചയായും കടുവയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വൈകാതെ അത് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അവർ പങ്കുവെക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നു. അത് സംബന്ധമായ യെസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകും. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കടുവ ചത്തത് തുടങ്ങിയ പ്രാഥമികമായ വിവരങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ് പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തേടിയെത്തിയിരിക്കുന്നത്. അവരൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭീതിയോടെ കണ്ടിരുന്ന കടുവ ചത്തിരിക്കുന്നു. അതിൻ്റെ ജഡമാണ് പിലാക്കാവ് ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ എന്താണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് കൂടിയാണ്. അനീസലി, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു വിശദീകരണം ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അത് സംബന്ധമായ വിവരങ്ങൾ ലഭ്യമാക്കാനാകും. കടുവ എങ്ങനെയാണ് കടുവ കൊല്ലപ്പെട്ടത് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾക്ക് അല്പസമയത്തിനകം ലഭ്യമാവും. യെസ്, അല്പസമയത്തിനകം തന്നെ ആ വിവരങ്ങൾ കൂടി പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വനംവകുപ്പിൽ നിന്നുള്ളൊരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നരഭോജി കടുവ തന്നെ, ആളെക്കൊല്ലി കടുവ തന്നെ ചത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ. ഇനി വനംവകുപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ അറിയിപ്പ് കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഈ കടുവയെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് അതിൻ്റെ മരണകാരണം കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്കൊക്കെ രാത്രി തന്നെ പാട്രോളിങ്ങും പരാമ്പുലേഷനും നടത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 2:30 ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പരാമ്പുലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. അപ്പോൾ ബോഡീസിൽ ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പം എല്ലാവരും കണ്ടതാണല്ലോ. അപ്പം അതിൻ്റെ മാർക്കും എല്ലാ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് നോക്കി. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ളൂ. വേറെ ഷൂട്ടിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ട്രാങ്കുലൈസിങ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റാണ്. രാത്രിയാണ് സമയമായിരുന്നത്. റോഡ് സൈഡിലായിരുന്നു ടൈഗർ ഉണ്ടായിരുന്നത്. ഞാൻ ഇനി കൂടുതൽ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇരിക്കുക, വിശദമായിട്ട് ഇരിക്കുക. പൂക്കോട് നമ്മളതൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ പറയാം. ഓക്കെ, ഇനി ഡോക്ടർ നമുക്ക്
അത് ആ ഭാഗത്തുള്ള വീടുകളിൽ തന്നെ ചെറിയ ഭാഗത്ത് ആ പിലാക്കാവിന്റെ പിലാക്കാവിലേക്ക് പോകുന്ന വഴിയിലെ 3 റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ആ ഭാഗത്ത് നിന്നിരുന്നത്. ഇല്ല, ഞങ്ങൾ ട്രാങ്കുലൈസിങ്ങിന്റെ ഒരു അറ്റംപ്റ്റ് മാത്രമേ നടത്തിയിരുന്നുള്ളൂ. രാത്രി സമയമായിരുന്നു. അതെല്ലാം ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മീഡിയനെ കാണുന്നതായിരിക്കും. ഇല്ല, ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങളെല്ലാം ഇനി പറയാം. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ളത്. CCF ഉദ്യോഗസ്ഥയുടെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ മയക്കുവെടി വെക്കാനുള്ള ഒരു അറ്റംപ്റ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അത് തന്നെ ഒരു നീക്കം നടത്തിയിട്ടേ ഉള്ളൂ. അതല്ല മരണകാരണം എന്നാണ് അവർ പറയുന്നത്. മരണകാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാവുകയുള്ളൂ. ഈ പിലാക്കാവ് 3 റോഡ് എന്ന ഭാഗത്താണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി നൽകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വനംവകുപ്പ് വിശദീകരിക്കുമെന്ന് കൂടിയാണ് CCF ഉദ്യോഗസ്ഥ ഇപ്പോൾ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരാശ്വാസം, വലിയൊരു ഭീതി ഒഴിയുകയാണ് പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അരുൺ സക്കരയുടെ പ്രതികരണം കൂടി ലഭ്യമാകുമോ എന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്.